നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ കാത്തിരിക്കുന്നത് ആരെയും ആവാം, ഷീ ഓർ ഹി. ഇവിടെ അതൊന്നും നോക്കുന്നില്ല, പ്രണയത്തിനെക്കുറിച്ച് മാത്രമേ നോക്കുന്നുള്ളൂ. പ്രാർത്ഥനയോടുകൂടി ഇത് കേൾക്കുക. ഇനി ഇവിടെ കിട്ടിയ കാർഡുകളിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ പോവാനും നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാനും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കാനുമാണ് ഇവിടെ ശക്തിയേറിയൊരു മന്ത്രം ചൊല്ലുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേരോ നക്ഷത്രമോ ഡേറ്റ് ഓഫ് ബർത്തോ മാത്രം കമൻ്റ് ഇടുക. അതിനപ്പുറമുള്ള കമൻറ്റുകൾ ഞാൻ ഡിലീറ്റ് ചെയ്യും. ചില ആളുകൾ പങ്കാളിയോട് പറയാനുള്ളതോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ പാരഗ്രാഫായിട്ട് എസ്സേ എഴുതുന്നത് പോലെ എഴുതുന്നുണ്ട്. അതൊന്നും ഇവിടെ വേണ്ട, ആവശ്യമില്ല. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പ്രപഞ്ചത്തിനോട് പറയാം. എന്നിട്ട് നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ പങ്കാളിയുടെ പേരോ ഇവിടെ താഴെ കമൻ്റ് ഇട്ടാൽ മതി, അത് നടക്കും. പ്രപഞ്ചത്തിനോടാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത്. ഇനി ഇന്നത്തെ ഈ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ് ചെയ്യാത്തവരോട് സബ് ചെയ്യാൻ പറയുന്നു, ലൈക്ക് ചെയ്യാൻ പറയുന്നു. ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു മെസ്സേജ് കിട്ടിയില്ല, നിങ്ങളുടെ മാത്രം കാര്യമായിരിക്കില്ല എങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. പേയ്മെൻ്റ് ഉണ്ട്, ഫ്രീ അല്ല. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോയാലോ. 2 വാണ്ടാണ് ആദ്യത്തെ കാർഡ്. ഹെരഫൻ്റ്. ഏസ് ഓഫ് പെൻറ്റക്കിളാണ്. 2 വാണ്ടെന്ന് ഏസ് ഓഫ് പെൻറ്റക്കിളിലേക്ക് വന്നു. സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് വന്നു. കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു, മാറി. മൂൺ കാർഡാണ്. ഭ്രാന്തമായ പ്രണയമാണ്. മീനം രാശിയാണ്. ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ ഇതുപോലെയാണ് അവസ്ഥ, വട്ടപ്പൂജയായി മാറും. 7 വാണ്ടാണ്. പിന്നെ എല്ലാം വെല്ലുവിളിയായി മാറുകയാണ്. ഇവിടെ മേ ബി എന്ന മാർസും വീനസുമാണ് വന്നിരിക്കുന്നത്. രണ്ടുപേരും മാറോട് ചേർന്ന പ്രണയമാണ്, പക്ഷേ നടക്കില്ല. ഇവിടെ ഒരു കൈ ആണ് കാണിക്കുന്നത്. ഈ കൈ ഒരുപാട് കാര്യങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ വഴിയേ പറയാം. ഇനി 5 പെൻറ്റക്കിളാണ് വന്നിരിക്കുന്നത്. ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. കുറച്ച് വിരഹവും സങ്കടമൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്കാവാം, അല്ല അവർക്കാവാം. രണ്ടുപേരുടെ എനർജിയും വന്നിട്ടുണ്ടാവാം. ഇനി നമുക്ക് ഇന്നത്തെ നക്ഷത്രങ്ങൾ നോക്കാം. കാർത്തിക, രോഹിണി, മകയിരം, അത്തം, ചിത്തിര, ചോതി, പൂയം, അനിഴം, ഉത്രട്ടാതി. 0 നിന്ന് തുടങ്ങാം അല്ലേ. 0 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്, 7 2 തവണ വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്, 9 വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്പറുകൾ. ഓം വീരധ്വജായ വിദ്മഹേ വിഘ്നഹസ്തായ ധീമഹി തന്നു ഭൗമ പ്രചോദയാത്. നിങ്ങൾക്ക് കാണുന്നുണ്ട് ആദ്യത്തെ കാർഡ് 2 വാണ്ടാണ്. ഒരുപാട് അലച്ചിലെ കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, ജീവിത പ്രശ്നങ്ങൾ, പ്രാരാബ്ദങ്ങൾ. ഇനി 2 വാണ്ടെന്ന് പറഞ്ഞാൽ രണ്ടാളും 2 വഴിക്ക് അകന്ന് പോയി എന്നാണ്. നമ്മളിവിടെ പ്രണയത്തിനെ കുറിച്ചാണല്ലോ ആദ്യം പറയുന്നത്. അപ്പോൾ 2 പേരും ഇപ്പോൾ ഒന്ന് അകന്ന് നിൽക്കുന്നതാണ്. 2 വഴി പിരിഞ്ഞു പോയ പോലെയാണ് കാണുന്നത്. അത് ഈ പ്രശ്നങ്ങൾ കാരണമാണ്. ഇനി അതേ 2നെ ഇൻഡിക്കേറ്റ് ചെയ്താണ് ഹെരഫൻ്റ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഇരട്ട മുഖം. ഇനി ഡബിൾ മൈൻഡ്. ഇപ്പോൾ തോന്നുന്നതല്ല, കുറച്ച് കഴിഞ്ഞാൽ തോന്നുക. അങ്ങനെ മാറി മാറി വരുന്ന ചിന്തകൾ. 2 മനസ്സെന്നൊക്കെ പറയില്ലേ, എനിക്ക് 2 മനസ്സായിരുന്നു. ഇതുപോലുള്ള അവസ്ഥയാണ് ഹെരഫൻ്റ് കാണിക്കുന്നത്. പല കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും മനസ്സിലാവുന്നില്ല. ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഹൃദയം പൂട്ടിയ താക്കോല് കാലിൻ്റെ അടിയിൽ വെച്ചു എന്നാണ് പറയുന്നത്. പാദങ്ങൾക്കടിയിൽ വെച്ചു എന്നാണ് പറയുന്നത്. അതിനർത്ഥം അത് മറ്റാരും അറിയരുത് എന്നാണ്. ഇതൊക്കെ സിംബോളിക്കായ വാക്കുകളാണ് കേട്ടോ. അല്ലാതെ ആരെങ്കിലും ഹൃദയം പൂട്ടാൻ കഴിവുള്ളവരാണോ? അവർ പല കാര്യങ്ങൾ ഹൈഡ് ചെയ്യാൻ കഴിവുള്ള ആളാണ്, അത് വിദഗ്ധമായി മറയ്ക്കാൻ കഴിവുള്ള ആളാണ്. ഇത്രയേ ഉള്ളൂ, നമ്മളത് പറയുന്നു എന്നേ ഉള്ളൂ. അതുപോലെയാണ് ഇരട്ട മുഖമാണ്, ഡബിൾ മൈൻഡാണ്. ഈ 2 എന്ന വാക്ക് വന്നാൽ തന്നെ ഓൺ ആൻഡ് ഓഫ് ബന്ധമായിരിക്കും. ഇടയ്ക്ക് വന്ന് സ്നേഹിച്ച് പോകാനേ കഴിയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ ദുഃഖങ്ങളായിരിക്കാം നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ടാവുക. പ്രണയത്തിൽ എന്താണെന്നറിയോ, എപ്പോഴും പങ്കാളികൾ വിചാരിക്കുന്നത് പ്രണയത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അവനവൻ്റെ ദൗർബല്യങ്ങൾ മറ്റേയാൾ അറിയരുത്, ഞാൻ വലിയ ആളായിരിക്കണം, ഞാൻ എല്ലാം തികഞ്ഞ ആളായിരിക്കണം, ഇങ്ങനെ നല്ല നല്ല വശങ്ങൾ മാത്രമേ ആദ്യ കാലങ്ങളിൽ കാണിക്കുള്ളൂ. പിന്നീടാണ് പതിയെ പതിയെ സ്വന്തം സ്വഭാവം മനസ്സിലാവാൻ തുടങ്ങുന്നത്. ഇവിടെയാണ് പ്രണയികൾക്ക് പരാജയം സംഭവിക്കുന്നത്. ആദ്യം പെരുമാറിയിരുന്ന ആളായിരിക്കില്ല വിവാഹത്തിന് ശേഷം പെരുമാറുന്നത്. അങ്ങനെ വിവാഹം കഴിഞ്ഞ് 1 മാസമാകുമ്പോഴേക്ക് പിരിഞ്ഞ് പോകുന്നവരും ഉണ്ട്. 5 കൊല്ലം 10 കൊല്ലം പ്രണയിച്ച് അപ്പോൾ ഒന്നും ഈ വ്യക്തിയുടെ യഥാർത്ഥ മുഖം ഇവർ മനസ്സിലാക്കുന്നില്ല. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഒരു 10 ദിവസം ആകുമ്പോഴേക്കും കിട്ടിക്കഴിഞ്ഞില്ലേ അവനവൻ്റെ കയ്യിൽ. ഇനിയിപ്പോൾ എന്താ പേടിക്കുക എന്നുള്ള നിലയ്ക്ക് അവരുടെ സർവ്വ സ്വഭാവങ്ങളും ഇവരോട് കാണിക്കാൻ തുടങ്ങും.
അങ്ങനെയാണ് പല ബന്ധങ്ങളും ഒരു മാസമാകുമ്പോഴേക്കും കോടതി കയറുന്നത്. അപ്പോൾ നമ്മൾക്ക് നെഗറ്റീവായി പറയണ്ട. ഇവിടെ പറയുന്നത് ആ വ്യക്തി പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകൾ അവരനുഭവിക്കുന്നുണ്ട്, അതാണ് ഇവിടെ ഹൈഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇത് പോസിറ്റീവായ മെസ്സേജാണ് ഞാൻ തരുന്നത് കേട്ടോ. ഇനി മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. മറഞ്ഞിരിക്കുന്ന ഒരുപാട് സത്യങ്ങളുണ്ട്. ഞാൻ പറയാറില്ലേ, രാത്രി എന്ന് പറഞ്ഞാൽ നിലാവ് എല്ലാ ഭാഗത്തേക്കും വെട്ടം കാണിക്കില്ല. ചില ഭാഗങ്ങൾ ഇരുട്ട് തന്നെയാണ്. ആ ഇരുട്ട് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥകളോ അല്ലെങ്കിൽ വെല്ലുവിളികളോ അതുമല്ലെങ്കിൽ ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവർക്കുണ്ട് എന്നാണ്. മടങ്ങിയിരിക്കുന്ന ഒരു കാര്യം പറയുന്ന ആളല്ല. അതാണ് ഹെരഫൻ്റ് പറയുന്നത്. നിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. അതിനപ്പുറം നിങ്ങൾ ആഗ്രഹിച്ചിട്ടും അവർ പറയുന്നില്ല എന്നാണ് പറയുന്നത്. മൂൺ എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഹെരഫൻ്റ് മൂണും തരുന്ന 2 മെസ്സേജുകൾ നിങ്ങളെ ഭ്രാന്തമായ പ്രണയമാണെന്ന് മൂണ് പറയുന്നുണ്ട്. കാരണം നിങ്ങളൊരു സോൾമേറ്റാണ്, നിങ്ങളൊരു മുജന്മ ബന്ധമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫീലിങ്സൊക്കെ അറിയും, വൈബുകൾ കണക്റ്റ് ആവും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ സംസാരിക്കും, കമ്പിയില്ല കമ്പിയൊക്കെ ഉണ്ട്. അവരുടെ ഫീലിംഗ് നിങ്ങൾക്കും നിങ്ങളുടെ ഫീലിംഗ് അവർക്കും അറിയുന്നൊക്കെ മൂൺ പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഹെരഫൻ്റ് വന്നതുകൊണ്ട് സ്വാർത്ഥമായ പ്രണയമാണെന്നാണ് പറയുന്നത്. ഈ ഹൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ അതായിരിക്കാം. ഒരു പക്ഷേ അവർക്ക് കുടുംബം ഉണ്ടെങ്കിലേ നിങ്ങളെ സ്വീകരിക്കാൻ പറ്റില്ലല്ലോ, പക്ഷേ അവർക്ക് ആഗ്രഹിക്കാമല്ലോ. ആ ആഗ്രഹത്തിനെയാണ് ഈ താക്കോലായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുക. പാദങ്ങൾക്കടിയിൽ ഒളിപ്പിച്ച് വെച്ചു എന്ന് പറഞ്ഞില്ലേ, അതവരുടെ മോഹങ്ങളായിരിക്കാം. നിങ്ങളെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ മോഹിക്കാമല്ലോ, അതായിരിക്കാം. സാധിക്കില്ല എന്നറിയാം, പങ്കാളി ഉള്ളപ്പോൾ മക്കളൊക്കെ ഉണ്ടാവാം. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് കുടഞ്ഞു കളയാൻ പറ്റാത്തതാണ് കുടുംബജീവിതം. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുക. അങ്ങനെയുള്ള ആ കള്ളത്തരത്തിനെയാണ് ഇവിടെ ഹെരഫൻ്റ് പറയുന്നത്. സ്വാർത്ഥമായ പ്രണയമാണ്, എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കഴിയാത്ത സാഹചര്യമാണ്, മറഞ്ഞിരിക്കുന്ന ഒരുപാട് സത്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനൊന്നും അവർക്ക് കഴിയില്ല. പക്ഷേ അവർ ഭ്രാന്തമായി നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് മൂൺ പറയുന്നത്. ശത്രുക്കൾ ഒപ്പത്തിനൊപ്പമുണ്ട്. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ തന്നെ നെഗറ്റീവ് ചിന്തകളുമാവാം. ഇവിടെ വൃശ്ചികം രാശി വന്നു കഴിഞ്ഞാൽ വിഷം ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. തേളാണല്ലോ, അത് അവനവന് തന്നെ ആദ്യം പോസിറ്റീവായി തോന്നി അപ്പം തന്നെ നെഗറ്റീവായി തോന്നുമല്ലോ. മനസ്സാണല്ലോ എല്ലാറ്റിൻ്റെയും പുറകിൽ. ഒരാളെ ഇഷ്ടപ്പെടുന്നത് മനസ്സ് കാരണമാണല്ലോ, അവരെ കിട്ടില്ല എന്ന് ചിന്തിപ്പിക്കുന്നത് മനസ്സാണല്ലോ. അങ്ങനെ അവനവനെ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് മനസ്സാണല്ലോ. അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ട് എന്നാണ് മൂൺ പറയുന്നത് ഈ വ്യക്തിക്ക് തന്നെ. ഇനി ഏസ് ഓഫ് പെൻറ്റക്കിളാണ്. ഇടയ്ക്ക് ചിന്തിക്കുന്നുണ്ട് എനിക്ക് സ്വപ്നങ്ങളെല്ലാം സഫലമാവും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ കൂടുതലും വന്നിരിക്കുന്നത് ടോറസിൻ്റെ എനർജിയാണ്. ഭൂമിയുടെ മൂലകം ആണ് വന്നിരിക്കുന്നത്. പോസിറ്റീവ് എനർജി ഉണ്ട്. മാത്രമല്ല ഭൂമിയിലെ എല്ലാം ഉണ്ടല്ലോ, ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, സഫലമാക്കി തരാൻ ഭൂമിക്ക് കഴിയും. എല്ലാം ഉള്ള ആളാണ് ഭൂമി. അതുകൊണ്ടാണല്ലോ പഞ്ചതന്മാത്ര സായക എന്ന് പറയുന്നത്. 5 ശരങ്ങൾ കൊണ്ടാണ് ഭൂമി അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനെ നിർമ്മിച്ചത് എന്നാണ് പറയുന്നത്. ആ 5 ശരങ്ങൾ തന്നെയാണ് നമ്മളെ മോഹിപ്പിക്കുന്നത്. കാമദേവൻ, അത് കാമദേവൻ്റെ കയ്യിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ പ്രണയമായി, കാമമായി, വിരഹമായി, ദേഷ്യമായി എല്ലാം ഉണ്ട്. കാമദേവൻ്റെ കയ്യിൽ തന്നെയാണ് ഈ 5 അമ്പുകളും ഉള്ളത്. മോഹിപ്പിക്കാൻ മാത്രമല്ല നമ്മളെ ദണ്ണിപ്പിക്കാൻ കഴിയുന്ന ആളാണ്. അപ്പോൾ ഭൂമി അതുപോലെ തന്നെയാണ്. നമ്മളെ മോഹിപ്പിക്കാൻ മാത്രമല്ല അത് തരാനും കഴിവുള്ള ആളാണ്. അതാണ് ഈ പെൻറ്റക്കിൾസ് വന്നാൽ പോസിറ്റീവ് എനർജി ഉണ്ട്. കിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും കിട്ടും എന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ചിന്തയാണല്ലോ. അതുണ്ട്, മനഃശക്തി അതുണ്ട് അവർക്ക്. പക്ഷെ ചില സമയത്ത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കും. അതാണ് 5 പെൻറ്റക്കിൾ പറയുന്നത്. എനിക്ക് കിട്ടില്ല, ഇതിൽ നിന്ന് മാറിപ്പോണ്ടി വരും, എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അത് മറ്റൊരാളുടെയാണ്, ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ അച്ഛനോ അമ്മയോ ബാല്യത്തിൽ തന്നെ നഷ്ടമായ വേദനയുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ അച്ഛനോ അമ്മയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു ഫീലിംഗ് കാണുന്നുണ്ട്. അനാഥത്വം, അരക്ഷിതാവസ്ഥ, അല്ലെങ്കിൽ ഈ സമയത്ത് ഡിവോഴ്സായി 2 പേര് പിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആദ്യമൊക്കെ വഴക്കിട്ട ദമ്പതികളായിരിക്കാം. പിരിഞ്ഞ് മാറിപ്പോയപ്പോഴാണ് അവർക്കതിൻ്റെ ഫീലിംഗ് മനസ്സിലാവാൻ തുടങ്ങി. 2 പേര് വിഷമിക്കുക, അതും ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ക്രോണിസാണ് നിൽക്കുന്നത്, നിങ്ങളെ സങ്കടപ്പെടുത്താനുള്ള ക്രോണിസ് ഉണ്ട്. ഇനി ടോറസ് വന്നിട്ടുണ്ട്, അഹങ്കാരത്തിൻ്റെ ടോറസാണ്. പുരുഷന്മാരുടെ എനർജിയാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പുറത്തിരിക്കുന്ന ആൾ പുരുഷനായിരിക്കാം, ഞാനങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. ഇവിടെ കൂടുതലും മസ്കുലിൻ എനർജിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഹങ്കാരിയാണ്, നേടണമെന്നുണ്ട്, സ്വാർത്ഥമായ ചിന്തകളുണ്ട്, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അത്ര ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ അറിയാതിരിക്കാൻ വളരെ പാടുപെടുന്നുണ്ട് അവരെ പ്രശ്നങ്ങൾ.
ഇതൊക്കെയാണ് ആ വ്യക്തിയുടെ മൊത്തത്തിലുള്ള കാര്യമായിട്ട് വന്നിരിക്കുന്നത്. നല്ല സുന്ദരനായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ടോറസ് എന്ന് പറഞ്ഞാൽ ഋഷഭം. ഋഷഭത്തിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഋഷഭവാഹനൻ അല്ലേ? അപ്പോൾ ഋഷഭവാഹനൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ശിവനാണ്. ശിവൻ സുന്ദരനാണല്ലോ. ശിവം എന്ന് പറഞ്ഞാൽ തന്നെ സൗന്ദര്യം എന്നാണ് അതിൻ്റെ അർത്ഥം. സുന്ദരം എന്നാണ്. അപ്പോൾ നല്ല സൗന്ദര്യമുള്ള ആളാണ് നിങ്ങളുടെ പങ്കാളി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കണ്ണിനെങ്കിലും, മറ്റുള്ളവർക്ക് കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല, നിങ്ങളുടെ കണ്ണിന് ഇതുപോലെ നല്ല സൗന്ദര്യമുള്ള ആളാണ് നിങ്ങളുടെ പങ്കാളി. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ആ വ്യക്തി നല്ല ഭംഗിയുള്ള ആളാണ്. തീരുമാനങ്ങളൊന്നും ഇളക്കമില്ലാത്തതാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓപ്പണായി പറയുന്ന ആളല്ല. നിങ്ങളുടെ വൈബുകൾ തമ്മിൽ കണക്റ്റ് ആവുന്നുണ്ടെന്ന് മൂൺ പറഞ്ഞു. നിങ്ങൾ സങ്കടപ്പെട്ട അവരും അവർ സങ്കടപ്പെട്ട നിങ്ങളും അറിയുമെന്ന് പറഞ്ഞു. എന്നാൽ മറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇനി ഏസ് ഓഫ് പെൻറ്റക്കിൾ ഇടയ്ക്കൊക്കെ സ്വപ്നങ്ങൾ സഫലമാവുമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. പോസിറ്റീവ് എനർജിയിലേക്ക് വരുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ വേഗത്തിൽ 5 പെൻറ്റക്കിളിലേക്ക് വരുന്നുണ്ട്. എനിക്ക് കിട്ടില്ല എന്നും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഹെർമിറ്റിൻ്റെ അവസ്ഥയിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, കുരുടനായ ഒരാളുടെ കയ്യിൽ വെളിച്ചം കൊടുത്ത പോലെയാണ്. ഹെർമിറ്റും ഹെരഫൻറ്റും തരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, രണ്ടുപേരും മതങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്, ജാതികൾ തമ്മിൽ വ്യത്യാസമുണ്ട്, സാമ്പത്തികമായി ഏറ്റക്കുറച്ചിലുകളുണ്ട്, എന്തൊക്കെ കാര്യങ്ങളിൽ 2 തട്ടിലാണ് നിങ്ങൾ, കുടുംബമുള്ളവരായിരിക്കാം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാവുമ്പോൾ അവരിങ്ങനെ ഫൂളിൻ്റെ പോലെ ആവുകയാണ്. നിങ്ങളെ കിട്ടില്ല എന്നുള്ള തോന്നലിലേക്ക് എത്തുമ്പോൾ അവരിങ്ങനെ അലഞ്ഞു തിരിയുകയാണെന്നാണ് പറയുന്നത്. പിന്നെ ലക്ഷ്യബോധം നഷ്ടപ്പെടുകയാണ്. കുരുടിൻ്റെ കയ്യിലെ വെളിച്ചം പോലെയാണ്. അവരിങ്ങനെ കണ്ണ് കാണാത്ത പോലെ മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ഹെർമിറ്റിലേക്ക് എത്തുമ്പോഴേക്കും എല്ലാം കൂടി തലയ്ക്ക് തീപിടിച്ചു എന്നൊക്കെ പറയും ചില ആൾക്കാരെ. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറയില്ലേ. പ്രണയം എന്ന ഊരാക്കുടുക്കിൽ വീണ അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത ഒരാളെയാണ് നമ്മളിവിടെ കാണുന്നത്. അഹങ്കാരമുണ്ട്, സ്നേഹമുണ്ട്, മീനം രാശി വന്നിട്ടുണ്ട്, എല്ലാം ഉണ്ട്, സൗന്ദര്യമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ എന്തോ ഒരു പ്രശ്നവും ഇവിടെ കാണുന്നുണ്ട്. 5 പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നിച്ച് പോകേണ്ടവരല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഫുൾ കാർഡ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അലഞ്ഞു തിരിയുകയാണ് എന്ന് പറയേണ്ടി വരും. ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ലക്ഷ്യം കിട്ടിയിട്ടില്ല, എങ്ങനെയാണ് ഈ സ്നേഹം നേടുക എന്നുള്ള ഒരു തീരുമാനത്തിൽ രണ്ടുപേർക്കും എത്താൻ കഴിയുന്നില്ല. അതിലേക്കുള്ള വഴി വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ രണ്ടുപേരും കുടുംബമുള്ളവരാണെങ്കിൽ പ്രശ്നം നിറഞ്ഞതായിരിക്കുക. മക്കളൊക്കെ മുതിർന്നു കഴിഞ്ഞാൽ ചോദിക്കില്ലേ, നിങ്ങൾക്ക് ഈ സമയത്താണോ പ്രണയം എന്ന് ചോദിക്കില്ലേ. മക്കൾ വിവാഹപ്രായമായവരൊക്കെയാണ് പ്രണയിക്കുന്നത്, അവരൊക്കെയാണ് വന്നിട്ട് നമ്മുടെ റീഡിങ് എടുക്കുന്നത്. അതുപോലുള്ള ആൾക്കാരോട് ചോദിക്കും. ഈ വയസ്സായവരുടെ ഒറ്റപ്പെടലും ഏകാന്തതയും മക്കൾ മനസ്സിലാക്കണം. ഭർത്താവ് മരിച്ചു പോയതോ ഭാര്യ മരിച്ചു പോയതോ ആയവരുടെ വേദന മക്കൾ വേണം മനസ്സിലാക്കാൻ. മക്കളോട് പറയുന്നതിനൊരു പരിധിയുണ്ട്, അച്ഛനും അമ്മയ്ക്കും. പ്രായമായി പങ്കാളിയോട് പറയുന്നതൊന്നും മക്കളോട് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു പങ്കാളി വേണമെന്ന് അവർ തീരുമാനിക്കുന്നത്, ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത്. കാരണം വയസ്സായ അച്ഛനെയും അമ്മയും ശ്രദ്ധിക്കാൻ മക്കൾക്ക് സമയം കിട്ടില്ല. അവരുടെ നല്ല കാലമാണ്, അവരുടെ പങ്കാളിയുമായി നന്നായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവർക്കൊരു ഭാരം തന്നെയാണ് ഏകാഗിയായൊരു പാരൻറ്റ്. അത് മനസ്സിലാക്കിയിട്ട് ചില മക്കളൊക്കെ വിവാഹം ചെയ്ത് കൊടുക്കുന്നൊക്കെ ഉണ്ട്. പ്രണയിക്കുന്ന അച്ഛനെയും അമ്മയൊക്കെ ഒന്നാക്കുന്നുണ്ട്, 60 കഴിഞ്ഞു 70 കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ചിന്തിക്കുന്ന വിശാല ഹൃദയമുള്ള മക്കളുണ്ട്. പക്ഷേ മിക്കവരും 90% പേരും ഇവരെ പരിഹസിക്കാനാണ് സാധ്യത. ഇവിടെ കാമത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ഒന്ന് വീണ് പോയാൽ തുറന്ന് സംസാരിക്കാൻ, അവനവൻ്റെ വേദനകൾ തുറന്ന് സംസാരിക്കാൻ, അവനവനൊരു ചുടുവെള്ളം എടുത്തു തരാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വൃദ്ധകളെ അലട്ടുന്നുണ്ട്. അതിനു വേണ്ടിയാണ് അവരൊരു പങ്കാളി വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അത്തരം ആളുകൾ ധാരാളം ഉണ്ടെന്ന് നമ്മുടെ സമൂഹത്തിൽ ചുറ്റിനും. മക്കളാണെങ്കിൽ പ്രായം ആയി, വിവാഹം കഴിഞ്ഞു, ജോലിയായി, ഒക്കെ വേറെ പോയി, ചിലപ്പോൾ വിദേശത്തൊക്കെ ആയിരിക്കാം. വലിയൊരു വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന അമ്മ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കഴിയുന്ന അച്ഛനൊക്കെ ആയിരിക്കാം. അത്തരം ആളുകൾ ഒരു പങ്കാളി ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. അവരെ പോലെ തന്നെ ദുഃഖം അനുഭവിക്കുന്ന, എന്നാൽ രണ്ടുപേരും ഒന്നിച്ചു പോവാം എന്ന് വിചാരിക്കുന്ന പങ്കാളികൾ. ഇവിടെ വന്നിരിക്കുന്ന പ്രണയം എന്ന് പറഞ്ഞാൽ അതുപോലെ ഇത്തിരി കൺഫ്യൂഷനുള്ള പ്രണയമാണ്. മറ്റുള്ളവർ പരിഹസിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രണയിക്കുന്ന ഒരു പ്രണയമാണ്. എന്തായാലും അവർക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ദയവായി ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ പറയുന്ന പ്രണയം യുവാക്കളുടെയാണ് കേട്ടോ, അല്ലാതെ വയസ്സായവരുടെ കാര്യമല്ല പറയുന്നത്. യുവാക്കളുടെ പ്രണയം, അവരിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, കൗമാരക്കാരാവാം, അല്ലെങ്കിൽ യുവദമ്പതികളായിരിക്കാം, അല്ലെങ്കിൽ 2 കുടുംബമുള്ള യുവാക്കളായിരിക്കാം. ഇവരുടെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്.
അപ്പോൾ ഏതു തരം ആൾക്കാർക്കും ഇത് കാണാം. പക്ഷേ അത്തരം ആൾക്കാരെയാണ് നമ്മൾ കൂടുതലും ഇവിടെ പറയുന്നത്. അല്ലാത്തവർ കാണുന്നുണ്ടാവുമായിരിക്കാം. എന്തായാലും ഇവിടെ പറയുന്നത് ആ വ്യക്തിക്ക് കുടുംബമുണ്ടാവാം, നിങ്ങൾക്കും കുടുംബമുണ്ടാവാം. അതാണ് പങ്കാളി വെല്ലുവിളിയായി. 7 വാണ്ട് അഗ്നി പരീക്ഷണങ്ങളാണ് പറയുന്നത്. പങ്കാളി വെല്ലുവിളിയായി കുത്തുവാക്കൊക്കെ പറയുന്ന പങ്കാളിയായിരിക്കാം. എന്നാൽ ഇവരെ അത്ര വേഗം വരുതിയിൽ നിർത്താനൊന്നും പറ്റില്ല. ഋഷഭ രാശിയാണ് വന്നിരിക്കുന്നത്, കാളക്കൂറ്റൻ. അപ്പോൾ ഇവർക്ക് ഇവരുടേതായ തണ്ടൊക്കെ ഉണ്ട്. എന്നാൽ നിങ്ങളോട് സോഫ്റ്റാണ്. അതാണ് മൂൺ പറയുന്നത്. നിങ്ങളെ ഇഷ്ടമാണ്. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളോട് വിട്ടു പറയില്ല. അങ്ങനെയുള്ള കുറച്ച് അഹങ്കാരമുള്ള, എന്നാൽ അങ്ങേയറ്റം സ്നേഹമുള്ള, എന്നാൽ ഒന്നിനും വഴി കാണാത്ത, നിങ്ങൾ മാറി നിന്ന കുരുടൻ്റെ പോലെ മുന്നോട്ട് പോകുന്ന, തികച്ചും വട്ടപൂജ്യമായി മാറുന്ന, 5 പെൻറ്റക്കിളിനെ പോലെ അനാഥത്വം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി വന്നിരിക്കുന്ന 2 കാർഡുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് കൈയാണ്. അത് ക്യൂൻ പെൻറ്റക്കിളാവാം, അല്ലെങ്കിൽ ഏസ് ഓഫ് പെൻറ്റക്കിളാവാം. ഇനി ഇതിന് മറ്റ് അർത്ഥങ്ങളൊക്കെ ഉണ്ട്. 5 മൂലകങ്ങളെയാണ് കൈ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 5 മൂലകങ്ങൾ മനസ്സിലായില്ലേ? ഈ 5 മൂലകങ്ങളാണ് ടാരോ കാർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാർഡുകളും ഇൻഡിക്കേറ്റ് ചെയ്താണ് ഈ കാർഡ് വന്നിരിക്കുന്നത്. അഗ്നി മാത്രമല്ല, വായു ആവാം, വാട്ടർ എലമെൻ്റ് ആയിരിക്കാം. ഇവിടെ കൂടുതലും വന്നിരിക്കുന്ന പൃഥ്വിയുടെ എനർജിയാണ്, ഭൂമിയുടെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ കൈപ്പത്തി. അത് വന്നിരിക്കുന്നതാണെങ്കിൽ എസ് എന്ന ആൻസറാണ്. അപ്പം നിങ്ങൾ ഏസ് ഓഫ് പെൻറ്റക്കിൾ കണ്ടല്ലോ. നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാവും, അല്ലെങ്കിൽ ആ പങ്കാളി നിങ്ങളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്നത് സഫലമാവും എന്നാണ്. ഇനി അതിൻ്റെ തന്നെ താഴെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന മാർസും വീനസുമാണ് വന്നിരിക്കുന്നത്. മാറോട് ചേർന്ന് നിന്നാലും മറ്റുള്ളവരറിയാൻ പാടില്ലാത്തൊരു പ്രണയം തന്നെയാണ്. അതുകൊണ്ടാണ് മേ ബി എന്ന് പറയുന്നത്. അത്തരം ആൾക്കാരുമുണ്ട്. കുടുംബമുള്ളവരാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ സ്നേഹം സഫലമാവും, അല്ലെങ്കിൽ ഇല്ല എന്നാണ്. ആദ്യത്തെ കാർഡ് എസ് എന്ന് മുഴുവനായിട്ട് നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ കാർഡ് അത്രയ്ക്ക് അങ്ങ് ഓക്കെ അല്ല, മേ ബി എന്നാണ് പറയുന്നത്. അപ്പോൾ വിവാഹേതര ബന്ധങ്ങളാണെങ്കിൽ മേ ബി ആയിരിക്കാം. വിവാഹം കഴിക്കാൻ കാത്തിരിക്കുന്നവരോ അല്ലെങ്കിൽ ദമ്പതികളോ ആണെങ്കിൽ എസ് ആയിരിക്കാം. ഇതാണ് നമുക്കിന്ന് പറയാനുള്ള പോസിറ്റീവ് മെസ്സേജ്. ഇനി നമുക്ക് നെഗറ്റീവ് പറയാം. 2 വാണ്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഓപ്ഷനിലേക്ക് പോയി എന്നാണ്. ഹെരഫൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരാൾ ഫിസിക്കലായി യൂസ് ചെയ്യുന്ന ആളാണ് എന്നാണ്. മൂൺ എന്ന് പറഞ്ഞാൽ മടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചില്ല, നിങ്ങളെ നന്നായിട്ട് വഞ്ചിക്കുകയായിരുന്നു, നിങ്ങളോട് പറഞ്ഞതെല്ലാം കള്ളത്തരായിരുന്നു എന്നാണ്. 7 വാണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അവർക്കൊരു ശല്യമാണെന്നാണ്. ഹെരഫൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണ് കാണാത്ത പോലെ ആയി അലങ്ങി തിരിയുന്നു എന്നാണ്. 5 പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോണ്ടി വന്നു എന്നാണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രണയത്തിലേക്ക് പോയി എന്നാണ്. ഫുൾ കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥയാണ്, നിങ്ങൾ വട്ടപൂജ്യമായി മാറി എന്നാണ്. ഇതാണ് നെഗറ്റീവ് മെസ്സേജ് പറയാനുള്ളത്. ഇനി യെസ്സും നോയും വന്നിട്ടുണ്ട്. അവർ മറ്റൊന്നിലേക്ക് പോയോ എന്ന് ചോദിച്ചാൽ യെസ് ആണ്. ഇനി നിങ്ങളിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ മേ ബിയാണ്. ഒരു പക്ഷേ വരാൻ സാധ്യതയുണ്ടെന്നാണ്. നോ എന്ന് പറയുന്നില്ല. ഇവിടെ മാർസും വീനസും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടാത്ത ബന്ധമാണ്, വിവാഹേതര ബന്ധമാണ്. എന്നാൽ മറ്റുള്ളവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവർ ഡീപ്പ് ലവാണ്. അതിൻ്റെ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നിങ്ങൾ വിവാഹേതര ബന്ധമാണെങ്കിലും അല്ല വിവാഹം കഴിക്കാൻ പോണവരാണെങ്കിലും ദമ്പതികളാണെങ്കിലും എല്ലാം യെസ് എന്ന ആൻസറിലേക്ക് നമുക്ക് എടുക്കാം. എന്നാൽ വിവാഹേതര ബന്ധമാണെങ്കിൽ കൂടുതൽ സ്നേഹമാണ് എന്നാണ് മാർസ് വീനസും പറയുന്നത്. പക്ഷേ നിങ്ങളുടെ കാര്യങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചാൽ മേ ബി എന്നാണ് പറയുന്നത്. എപ്പോഴും അവരെ കിട്ടില്ല, ഓൺ ആൻഡ് ഓഫ് ബന്ധമായിരിക്കും. പക്ഷേ അവർക്ക് നല്ല തണ്ടുണ്ട് എന്നാണ് പറയുന്നത്. പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ ദൗർബല്യങ്ങളാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അവരുടെ കുറവുകൾ നിങ്ങളെ അറിയിക്കാറില്ല, അതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജുകൾ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കൈ, ഹസ്ത എന്ന് പറഞ്ഞാൽ മുദ്രകളെക്കുറിച്ചാണ് പറയുന്നത് എങ്കിലും ഇവിടെ നമ്മൾ ടാരോറ്റിൽ എടുക്കുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു കയ്യിൽ ഒരു പെൻറ്റക്കിൾ പിടിച്ചതാണ്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു കയ്യിൽ പെൻറ്റക്കിൾ വെച്ച ലേഡിയെ, അല്ലെങ്കിൽ കിങ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു കയ്യിൽ പെൻറ്റക്കിൾ വെച്ച രാജാവിനൊക്കെയാണ് കാണിക്കാറ്. 4 ഓഫ് പെൻറ്റക്കിളൊക്കെ അങ്ങനെ തന്നെയാണ്. എന്നാൽ നമ്മളിവിടെ അതല്ല ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ കാർഡ് ഇത് പ്രത്യേകതരം കാർഡുകളാണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടുത്തെ ഈ കൈ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ ഗോഡസിൻ്റെ കൈയാണ് എന്ന് നമുക്ക് പറയാം. നമ്മുടെ ശരീരത്തിലെ തന്നെ 5 മൂലകങ്ങളെ ഇൻഡിക്കേറ്റ് ചെയ്താണ് ഈ കൈപ്പത്തി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഓരോന്നും എന്താണെന്ന് പറയാം. തള്ളവിരൽ അഗ്നി മൂലകത്തിനെയാണ് കാണിക്കുന്നത്, വണ്ട് എനർജിയാണ് കാണിക്കുന്നത്. ചൂണ്ടുവിരൽ വായു മൂലകത്തിനെയാണ് കാണിക്കുന്നത്, സൂട്ട്സ് എനർജിയാണ് കാണിക്കുന്നത്. നടുവിരൽ ഈഥർ ആകാശത്തിനെയാണ് കാണിക്കുന്നത്. മോതിരവിരൽ പൃഥിവിയെയാണ് കാണിക്കുന്നത്, ഭൂമിയെ. ചെറുവിരൽ ജലത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.
മനസ്സിലായില്ലേ? അതാണ് വാട്ടർ എലമെൻറ്റ്. അപ്പോൾ എല്ലാ എലമെൻറ്റും വന്നല്ലോ. ഒരു കൈ ഇവിടെ വെറുതെ കാണിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നരുത്. 5 മൂലകങ്ങളെ ഇൻഡിക്കേറ്റ് ചെയ്താണ് ഇത് കാണിക്കുന്നത്. ഇനി അതിൻ്റെ തന്നെ മറ്റൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ 5 ജീവശക്തികളെയാണ് ഇത് കാണിക്കുന്നത്. അപാന, സമാന, വ്യാന, പ്രാണ, ഉദാന എന്ന 5 ജീവശക്തികളെയാണ് ഇത് കാണിക്കുന്നത്. ഉദാന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാക്കുകളെയാണ് പറയുന്നത്, സംസാരം. ഇനി അതിനോടുകൂടി ബന്ധപ്പെട്ട് കണ്ണുകൾ, മനസ്സിലായില്ലേ? നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു സംസാരിച്ചാണല്ലോ നിങ്ങളുടെ പങ്കാളിയെ വീഴ്ത്തുന്നത്. ഇനി രണ്ടാമത്തെ കാര്യമാണെങ്കിൽ രക്തചംക്രമണത്തിനെ കുറിച്ചാണ് വ്യാന എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ ഏത് വിരലാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. പ്രാണ എന്ന് പറഞ്ഞാൽ ഹൃദയ സംബന്ധമായ കാര്യങ്ങൾ, ശ്വസനം, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. സമാന എന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹനത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളെയാണ് പറയുന്നത്. ഇനി ഏറ്റവും ആദ്യം പറഞ്ഞ അപാന, അത് നിങ്ങളുടെ വിയർപ്പ് പോലുള്ള വിസർജ്യങ്ങളെയാണ് പറയുന്നത്. ഇനി യൂറിൻ, ഇതുപോലുള്ള കാര്യങ്ങൾ, അത് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരം എന്തിനാ കൊള്ളുക? അപ്പോൾ ഇങ്ങനെയുള്ള 5 പ്രക്രിയ ജീവശക്തികളെക്കുറിച്ചാണ് ഈ വാക്കുകൾ പറയുന്നത്. അത് തന്നെയാണ് വിരലുകളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, ഈ വിരലുകൾ തന്നെയാണ് 5 മൂലകങ്ങളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 5 മൂലകങ്ങളായി, 5 ജീവശക്തികളായി, 5 പ്രവർത്തികളായി. അതുകൊണ്ടാണ് യോഗ, ധ്യാന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, മുദ്രകൾക്ക് പ്രാധാന്യം വന്നിരിക്കുന്നത്. നാട്യശാസ്ത്രത്തിൽ മാത്രമല്ല, യോഗയിൽ മുദ്രകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കൈ തൂക്കിയിട്ടത് കണ്ടു, അതിലെന്താ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നണ്ട. 5 മൂലകങ്ങൾ ഇരിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? നിങ്ങളുടെ ടാരോ കാർഡ് 5 മൂലകങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇനി നിങ്ങളുടെ 5 ചിന്തകൾ ഇവിടെ വരുന്നുണ്ട്, 5 തരം ഫീലിങ്സ് ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഇതൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. കാരണം കാർഡിൽ ഒരൊറ്റ കാര്യം മാത്രമേ പറയാൻ പാടൂ, അല്ലേ? അതാണ് നിങ്ങൾക്ക് കേട്ട് ശീലം. ചില അറിവുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അല്ലാതെ ഏതെങ്കിലും ടാരോ റീഡർ ഏതെങ്കിലും കാർഡിൻ്റെ പേരെങ്കിലും പറയുന്നുണ്ടോ? അതെന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടോ? അതിൻ്റെ സോഡിയാക് സൈൻ ഏതാണെന്ന് പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. ഇതൊക്കെ പറഞ്ഞാലാണ് റീഡിങ് ആവുള്ളൂ, മനസ്സിലായില്ലേ? ഇതൊന്നും പറയാത്തത് റീഡിങ് അല്ല, വെറുതെ പ്രണയം വിളിച്ച് പറയുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു പണിയില്ലെങ്കിൽ നിങ്ങളൊരു പണിയിലേക്ക് ഏർപ്പെടുക, കുറച്ച് കാർഡ് വാങ്ങിക്കുക. അത് എടുക്കുന്നതൊന്നും കാണിക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കാർഡ് നിരത്തി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പ്രണയം മുഴുവൻ വിളിച്ച് പറയുക. അതാണ് ടാരോ റീഡിംഗ് ആയിട്ട് എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നത്. അതല്ല യഥാർത്ഥത്തിൽ ഇത് ജ്യോതിഷമാണ്. അത് അതിൻ്റേതായ രീതിയിൽ പറയണം. അത് പഠിക്കാൻ ഒരുപാടുണ്ട്. അതിൻ്റെ അർത്ഥങ്ങൾ അറിയാതെ പറഞ്ഞു പോയാൽ അത് നിങ്ങൾക്ക് എഫക്റ്റ് ആവില്ല. എന്തിന് പറയുന്നു? ഞാനിവിടെ 2-3 ദിവസമായിട്ട് പറയുന്നുണ്ട്, ഡെത്ത് നിൽക്കുന്നുണ്ട്, ഇനി ടവർ വന്നിട്ടുണ്ട്, നിങ്ങൾ തീപ്പൊള്ളൽ സൂക്ഷിക്കണം, ഇനി ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്, ഒരു മരണത്തിൽ പങ്കെടുക്കാനും ഒരു മരണം കേൾക്കാനും നിങ്ങൾക്ക് സമയമായതുപോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇന്നലെ ഒരു പ്രധാനപ്പെട്ട ആൾ മരിച്ചില്ലേ, നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ അതിൻ്റെ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അജിത് യാദവ് എന്നാണ് അവരുടെ പേര്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാണെന്നാണ് കേട്ടത്. അപ്പോൾ എന്തായാലും അയാൾ ഇന്നലെ വിമാനാപകടത്തിൽ മരിച്ചുപോയി. അപ്പോൾ അതൊക്കെ നമ്മളെ മുൻകൂട്ടി അറിയിക്കുകയാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ സൂചനകളായിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് പബ്ലിസിറ്റി കുറവായതുകൊണ്ടും ആൾക്കാർ പറഞ്ഞു നടക്കാനില്ലാത്തതുകൊണ്ടും അല്ലേ, നമ്മളതിനൊന്നും ആൾക്കാരെ ഏൽപ്പിച്ചിട്ടില്ല. ഇനി പണം കൊടുത്താലൊക്കെ അങ്ങനെ പറഞ്ഞു നടക്കാൻ ആൾക്കാരുണ്ടാവും. അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പറയുന്നത് അത്ര ആൾക്കാരിൽ പ്രചാരത്തിലാവുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇത് കേൾക്കുന്നവരെങ്കിലും മനസ്സിലാക്കുക, ഇവിടെ കിട്ടുന്ന എനർജികൾ സംഭവിക്കാനിരിക്കുന്നതാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. നിങ്ങളുടെ കാര്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത കാർഡുകളിലേക്ക് പോവാം. എനിക്കിങ്ങനെ മുന്നറിയിപ്പ് തരുന്നത് എൻ്റെ പൂജയുടെ ശക്തി കൊണ്ടും ഞാനിത് യഥാർത്ഥത്തിൽ പഠിച്ചതുകൊണ്ടുമാണ്. ഇവിടെ അർജുനും സുഭദ്രയും വന്നു, ശിവനും പാർവതിയും വന്നു, ഹോപ്പ് പ്രതീക്ഷ വന്നു. അപ്പം പണിയില്ലാത്ത യുവാക്കളെല്ലാം ഒരു കാര്യം ചെയ്യുക, ടാരോ കാർഡ് നിരത്തി വെച്ച് അതിൻ്റെ ബലം പറയാനങ്ങ് തുടങ്ങുക. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫോളോവേഴ്സ് ഉണ്ടാവും, നിങ്ങളുടെ അടുത്ത് പ്രൈവറ്റ് റീഡിങ്ങിനും വരും. ആ സമയത്ത് ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. കാർഡിൻ്റെ അർത്ഥം അവർക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും പറയാൻ നിങ്ങൾക്ക് അറിയണമെന്നില്ല. നിങ്ങൾക്ക് നന്നായി സമ്പാദിക്കുക. ഇതാണ് ടാരോ റീഡിങ്ങിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം പറയാനുള്ളത്. അപ്പോൾ നമ്മളെപ്പോലെ ഇതെല്ലാം പഠിച്ച് അതിൻ്റെ പോലെ പറയുന്ന ആൾക്കാർക്കൊന്നും വലിയ വിജയമൊന്നും ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി വേണമല്ലോ ഇത് കേൾക്കുന്നവർക്ക്, അതില്ലാത്തതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കാം. ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് ദഹന പ്രശ്നങ്ങളാണ്, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ആമാശയ രോഗങ്ങൾ, ഫുഡ് അലർജി, വൊമിറ്റിംഗ്, ഇതൊക്കെയാണ് പറയുന്നത്.
ഇനി തണ്ടല് നട്ടല് വേദനയൊക്കെ പറയുന്നുണ്ട്. തലച്ചോറിലെ നീർക്കെട്ട്, രക്തസ്രാവം, BP, മൈഗ്രെയിൻ ഇതൊക്കെ പറയുന്നുണ്ട്. മദ്യപാനം അമിതമാണെന്ന് പറയുന്നുണ്ട്. കരൾ രോഗങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അനീമിക്കാണ് എന്ന് പറയുന്നുണ്ട്. രക്തക്കുറവ് കാണുന്നുണ്ട്. ഇതൊക്കെയാണ് രോഗം വന്നിരിക്കുന്നത്. ഇനി ജോലി വന്നിരിക്കുന്നത് പോലീസ്, പട്ടാളം വന്നിട്ടുണ്ട്, അധ്യാപകർ വന്നിട്ടുണ്ട്, എഴുത്തുകാർ, പത്രമാധ്യമങ്ങൾ വന്നിട്ടുണ്ട്, ഗതാഗതം വന്നിട്ടുണ്ട്, തപാൽ വകുപ്പും വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ജോലി. നെഗറ്റീവ് പറയാനുള്ളത് ഇന്ത്യക്ക് വെളിയിൽ ജോലിക്ക് പോകാൻ കാത്തിരിക്കുന്നവർക്ക് എമിഗ്രേഷൻ കാത്തിരിപ്പാണ്. കുറച്ചുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അലച്ചിലും കഷ്ടപ്പാടൊക്കെയാണ് പറയുന്നത്. ഇനി വീട്, വസ്തു, വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. പുതിയ പ്രണയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സഫലമാവും എന്ന് പറയുന്നുണ്ട്. അനാവശ്യ യാത്രകൾ വേണ്ടിവരും, അലച്ചിലും കഷ്ടപ്പാടും പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പൊതുവായ കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ 1000 രൂപ അടയ്ക്കുക. ഒരു വിഷയത്തിൻ്റെ 3 ചോദ്യം ചോദിക്കുക. പരിഹാരം വല്ലതും പറഞ്ഞു തരണമെങ്കിൽ ഹിന്ദുക്കൾ വരിക കൂടുതലും. മറ്റുള്ള ആളുകൾക്ക് അത്ര മനസ്സിലാവുന്നില്ല നമ്മൾ പരിഹാരം പറഞ്ഞു കൊടുക്കുമ്പോൾ. അപ്പോൾ ഹിന്ദുക്കളാവുമ്പോൾ അതിൻ്റെ പ്രശ്നമില്ല. അമ്പലങ്ങളിൽ ചെയ്യാനുള്ള പരിഹാരങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഞാനും എൻ്റെ വീട്ടിൽ പലതും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാറില്ല. അങ്ങനെ വേണമെങ്കിൽ എനിക്ക് സമ്പാദിക്കുക. പക്ഷെ അതിനൊന്നും ഞാൻ തയ്യാറല്ല. കാരണം ഇത് എല്ലാം കൂടി അവസാനം ഏതെങ്കിലും ആശുപത്രി കൊണ്ടേ കെട്ടിവെക്കേണ്ടി വരും. അതുകൊണ്ടാണ് അതൊക്കെ ഒഴിവാക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങൾ അറിയാം. അത് ചെയ്താൽ എന്തായിരിക്കും എനിക്ക് വരാൻ പോകുന്നതെന്ന് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന മന്ത്രങ്ങളൊക്കെ ശുദ്ധമില്ലാതെ ചൊല്ലരുത്. അത് നിങ്ങൾക്ക് ഗുണത്തിനേക്കാളേറെ ദോഷം ചെയ്യും. അതുപോലെ തന്നെ പൂജകളൊക്കെ ചെയ്യണമെങ്കിൽ ആ ചെയ്യുന്ന പൂജയ്ക്ക് തന്നെ ഒരു നെഗറ്റീവായ എഫക്റ്റ് നമ്മൾക്ക് വരാനുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് തീരെ പാടില്ലാത്ത ഒരാളെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാനുള്ള പൂജ ഞാനിവിടെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം ഞാൻ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾക്കതോട്ട് വലിക്കൂല. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിലേക്കൊന്നും പോവാത്തത്. അങ്ങനെ മണ്ടത്തരം കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ സമീപിക്കാതിരിക്കുക. അങ്ങനെയുള്ള കുറുക്ക് വഴിയിലൂടെ നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾക്ക് സ്വന്തമാക്കണ്ട. നിങ്ങൾ പ്രാർത്ഥിച്ച് നേടുക. നിങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് കൊണ്ടുതരും. ഇത് മാത്രം വിചാരിക്കുക കേട്ടോ. ഇവിടെ ഹണിമൂണാണ് വന്നിരിക്കുന്നത്. മാലാഖ റീകൺസിലേഷൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ യൂണിയന് സാധ്യതയുണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾ വന്നിട്ടുണ്ട്. എഫർട്ട് എടുക്കേണ്ടി വരും. അത് തന്നെയാണ് ഇവിടെ എല്ലാ കാർഡും പറഞ്ഞത്. എൻഗേജ്മെൻറ്റ്, ഹണിമൂൺ കഴിഞ്ഞിട്ടാണ് ഇവിടെ എൻഗേജ്മെൻറ്റ് വന്നിരിക്കുന്നത്. പലരും ഇപ്പോൾ അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഒന്നിച്ചങ്ങ് താമസിക്കും, രണ്ടുപേരെ അങ്ങ് മനസ്സിലാക്കും. അതിന് ശേഷമാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് അല്ലേ? നല്ലതോ ചീത്തയെന്നൊന്നും നമുക്ക് അഭിപ്രായം പറയാനൊന്നും പാടില്ല. ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു നാളെ. ലിവിങ് ടുഗദറാണോ നല്ലത് അതോ വിവാഹമാണോ നല്ലത് എന്നൊക്കെ പറഞ്ഞ് ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കേട്ടു ഞാൻ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കും. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വളഞ്ഞ വഴിയിലൂടെ നിങ്ങളുടെ പങ്കാളിയെ സ്വീകരിക്കാനുള്ള ഒരു മാർഗ്ഗവുമില്ല. ഈ അമ്പലത്തിൽ പൂജ ചെയ്താലും ഭഗവാന് തരാൻ തോന്നിയാൽ മാത്രമേ തരൂ. നിങ്ങൾ എത്ര വലിയ പൂജ കഴിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് കിട്ടാൻ യോഗം ഉള്ളതാണെങ്കിൽ മാത്രമേ കിട്ടൂ. അതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. എന്നാൽ ഇവിടെ മന്ത്രം ചൊല്ലുന്നത് നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ പോകാൻ വേണ്ടിയിട്ടാണ്. ഐ ആം സോറി എന്നാണ് പറയുന്നത്. കമ്മിറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. സുഹൃത്ത് മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. വളഞ്ഞ വഴിയിലൂടെ പങ്കാളിയെ സ്വന്തമാക്കാനുള്ള പൂജകൾക്കും മന്ത്രങ്ങൾക്കും വേണ്ടി ഓടി നടക്കുന്നതിന് പകരം പങ്കാളിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കുക. ഇല്ല എന്നാണെങ്കിൽ ഗുഡ് ബൈ പറയുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോവുക. എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചുറ്റിനുണ്ട് അല്ലേ? അവനവന് കുടുംബമുണ്ട്, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജീവിച്ചൂടെ? അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തുകൂടെ? ഇങ്ങനെ ചിന്തിക്കുക. വീട്ടമ്മമാരായാലും ഇനി ദമ്പതികളാണ്, ഭാര്യയാണ്, ഭർത്താവാണ് എങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവർ നേരാവുന്ന അങ്ങ് ചിന്തിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു മോട്ടിവേഷൻ. അല്ലാതെ അങ്ങനെ നിങ്ങൾ നെഗറ്റീവ് അടിച്ച് ഭ്രാന്തമായ അവസ്ഥയിൽ നടന്നിട്ട് എന്തെങ്കിലും നേരാവാൻ പോകുന്നുണ്ടോ? അപ്പോൾ എല്ലാവരും പോസിറ്റീവായി മുന്നോട്ട് പോകുക. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. അത് അത്യാവശ്യം ടാരോ കാർഡിൻ്റെ പേരെങ്കിലും വായിക്കാൻ അറിയുന്നവരെ പോയിട്ട് കാണുക കേട്ടോ. ഇന്നത്തെ മോട്ടിവേഷൻ കഴിഞ്ഞു, മന്ത്രം തന്നു കഴിഞ്ഞു, റീഡിങ് കഴിഞ്ഞു, അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു തന്നു കഴിഞ്ഞു. ഗാന്ധാരി ദുര്യോധനെ അനുഗ്രഹിച്ച പോലെയാണ് ഞാൻ അനുഗ്രഹിക്കാൻ പോണത്. നിങ്ങളുടെ പ്രണയം സത്യസന്ധമാണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ 2 പോയിൻ്റ് മാത്രം എടുക്കുക. അല്ലാതെ നിങ്ങൾക്ക് അർഹതയില്ലാത്തത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ ടാരോ റീഡിങ്ങോ മന്ത്രമോ അല്ല കാരണം, നിങ്ങൾ തന്നെയാണ്. അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ
അങ്ങനെയാണെങ്കിൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.